വണ്ടി തട്ടിയെന്ന് തോന്നുന്നു. ഇന്നലെയാണെങ്കിൽ വണ്ടി തട്ടി നടക്കാൻ വയ്യ. ഇത് ഞാൻ 1 വർഷം കൊണ്ട് എൻ്റെ ഈ വീട് പണിയാൻ തുടങ്ങിയപ്പം ഇവിടെ വന്നതാണ്. അപ്പോൾ 1 വർഷം കൊണ്ട് ഞാൻ ഇതിന് ഫുഡ് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴും ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. വെളിയിൽ പാത്രങ്ങളൊക്കെ വെച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ ഈ വീടിൻ്റെ മൂല റോഡിൽ കിടന്നപ്പോൾ വണ്ടി കാറാണ്ട് കയറി എൻ്റെ കാലിലോ നടുവിലാണ്ട് കയറി ഇറങ്ങി ഇതിന് നടക്കാൻ വയ്യ, ഇഴഞ്ഞാണ് പോണത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ മെമ്പറയിൽ രഞ്ജിത്ത് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ പറഞ്ഞ് 21 വാർഡ് പടനിലം 21 വാർഡിലെ മെമ്പറാണ്. അപ്പോൾ ഞാൻ മെമ്പറെ ഇപ്പോൾ വീട്ടിൽ ചെന്ന് കണ്ട്. അപ്പം രഞ്ജിത്ത് വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കിടന്ന് വിറയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ ശരീരത്തിൽ തൊടുമ്പോൾ അത് കരയുന്നു. അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ട് പിന്നെ മാറ്റി കിടത്താമെന്ന് വിചാരിച്ചിട്ട് അതിനവൻ സമ്മതിക്കുന്നില്ല. ഇവന് വരുന്നതുമില്ല. ഇവന് നടക്കാൻ വയ്യ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കൈ ആരൊക്കെ അടിച്ചു പിടിച്ച് കൈ മുടഞ്ഞ് നടന്നുകൊണ്ടിരുന്നത്. അതെൻ്റെ വീഡിയോയിൽ കാണാതെ. എന്തായാലും ഇപ്പം രഞ്ജിത്ത് വന്നതിന് ഇതിനെ നീക്കം ചെയ്യാനുള്ള മാർഗം നോക്കുക. നടുവിലും എല്ലാം കയറിയോന്ന് സംശയമുണ്ട്. അതിന് അനങ്ങാൻ വയ്യ. എഴഞ്ഞെഴഞ്ഞാണ് പോകുന്നത്. കാലെന്ത് പറ്റിയടാ? കാല് കയറിയാ വണ്ടി? നടുവിലെല്ലോ കയറിയോന്ന് അറിയാൻ വയ്യ. നടു അനക്കാൻ വയ്യ. അതിൽ കിടന്ന് വിറയ്ക്കുന്നു, തണുപ്പിടിച്ച് വിറയ്ക്കുന്നു. എന്തായാലും ഉടനെ ശരിയാകും. രഞ്ജിത്ത് വരും. എന്നിട്ട് ഇന്നലെ ഇടപാട് ചെയ്യുമോ? കാര്യം കിടന്ന് വിറയ്ക്കുന്നുണ്ട്. അത് എനിക്ക് എടുത്തങ്ങോട്ട് കിടത്താമെന്ന് വിചാരിച്ചാൽ ഇവൻ്റെ ശരീരത്തിൽ കാലിലൊക്കെ തൊടുമ്പോൾ കിടന്ന് നിലവിളിക്കുന്നു. എന്താ ഉള്ള വണ്ടി ഇടിച്ചാടാ നിന്നെ? വണ്ടി ഇടിച്ചാടാ നിന്നെ? ഇത് തുണി എടുത്തുകൊണ്ടൊന്ന് തലയൊന്ന് തുടച്ചു കൊടുക്കാം.